ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിനിടെ 21 വൈദികരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രാർത്ഥനായജ്ഞം തുടരുന്നു. കുരി അംഗങ്ങളെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് വൈകുന്നേരം പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. മക്കളെ, മുട്ടയിലഴഞ്ഞല്ലാതെ ഇവന്മാരിൽ ഒരുത്തം പോലും ഈ കോമ്പൗണ്ട് വിട്ട് പോകരുത്. അഭിലാഷ്, നമ്മൾ ഈ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇന്നലെ വൈകുന്നേരം ബിഷപ്പ് ഹൗസിന് മുന്നിൽ നടന്ന വലിയ രീതിയിലുള്ള വാക്കേറ്റമാണ്. ഇതിനിടയിൽ പോലീസില് സഭാ നേതൃത്വം പരാതി നൽകുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ ചേരുന്ന സിനഡിൽ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. ഇത്തരം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വൈദികരെ വെച്ചുള്ള ഒരു ഭരണക്രമത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഏതൊരു കാര്യത്തിനും ചർച്ച ചെയ്യാൻ പോലും നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാം. പക്ഷേ ഇത്തരം ഒരു ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കൂരിയ മെമ്പേഴ്സിനെ വെച്ച് ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. നിലവിലിപ്പോൾ 21 വൈദികർ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. എറണാകുളം ബിഷപ്പ് ഹൗസിൽ അവരുടെ പ്രതിഷേധ പ്രാർത്ഥനായജ്ഞം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരമാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള മാർ ബോസ്കോ പുത്തനും ഒപ്പം തന്നെ 4 കുരി അംഗങ്ങൾക്കെതിരെയും പ്രതിഷേധവുമായി വിമത വൈദികർ അതിരൂപതാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എത്തിയത്. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം ഞങ്ങള് ഈ ബിഷപ്പ് ഹൗസിന് മുന്നിൽ ഞങ്ങളുടെ 21 വൈദികരകത്തുണ്ട്. ഞങ്ങളെല്ലാവരും അതിനകത്ത് നിൽക്കുക. ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 2 പേർ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബസിലിക്കയിലേക്ക് പോയതാണ്. അവര് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ജെൻസിന്റെ യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലം താഴ്ത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. അയ്യോ, അതുക്കുള്ള എവിടെ ഉള്ള വിട്ടാണേ. തൊട്ടപ്പുറത്ത് ലേഡീസിന്റെ യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലം തുറന്നിട്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ആരും ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് അവര് ലേഡീസിന്റെ യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലം ഉപയോഗിച്ച് ഉള്ള വന്നാ കളയാ കിടക്കുന്നത്. അവര് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ ഈ യൂറിൻ പാസ് ചെയ്യുന്നത് വീഡിയോ എടുക്കുക. സർ, നമ്പൂതിരി ഫ്രം ബാത്റൂം എത്താറായോ? അത് പുറത്തേക്ക് ഇറങ്ങി വന്ന് അവരോട് ചോദിക്കും. അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഉടനെ തന്നെ ഇവർക്കിട്ട് ഒരു ഇടി കൊടുത്തിട്ട് ഓടുകയാണ്. അയാളുടെ പുറകെ ഇവർ ഓടി വന്നപ്പോ ഇവിടെ 3 പേര് മാരകായുധങ്ങളുമായിട്ട് നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവർ ബോധപൂർവം കയറി കഴിഞ്ഞ പ്രാവശ്യം ഈ കുർബാന നടത്തിക്കൊണ്ടിരുന്നപ്പോ ആക്രമിച്ചതുപോലെ ഇവർ ആസൂത്രിതമായി ആക്രമിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി.